അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ നമ്മളിന്ന് പുതിയങ്ങാടിക്കൊന്ന് പോയതാട്ടോ. അപ്പോൾ നമ്മൾ മൂത്തച്ഛൻ്റെ വീട്ടിലാണിത്. അപ്പോൾ രാത്രി ആണിത്. മൈരുവാൻ കൊടുത്ത് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളവിടെ ചെന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികൾക്കൊന്ന് എക്സ്പോക്ക് പോകണോ, പിന്നെ ഏന്തുറിഞ്ഞാലേ കയറണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ വെച്ചിട്ട് ഇന്ന് പോയതാണ്. അപ്പോൾ ഇവർ പള്ളിയിൽ പോയി നിസ്കരിച്ച് വരിക കേട്ടോ. ഞങ്ങൾ അവിടെ മൂത്തച്ഛൻ്റെ അവിടെ കയറി അവിടെ നിസ്കാരമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങളിനി കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകും കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മാറണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന്. മൂത്തച്ഛൻ്റെ പേരക്കുട്ടി കേട്ടോ. അവനക്ക് അറിയില്ല ഇത് യൂട്യൂബ് കാണുന്നൊന്നും. ഇവരൊക്കെ ഇതിന് വന്നവരാട്ടാ. ഇവരൊക്കെ അല്ലൂക്കാരാണ്. ഇവരുമ്മാൻ്റെ വീട്ടിൽ വന്നാണ്. മൂത്തച്ഛൻ്റെ പേരക്കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇവിടെ പുതിയങ്ങാടിയിലാകുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ആഘോഷമാവും. ഇങ്ങനത്തെ ഒരു ദിവസം 3 ദിവസം ഭയങ്കര ഇതാണ് ഇവിടെ. പുതിയങ്ങാടി നേർച്ച എന്നാൽ ഒരു പക്ഷേ നേർച്ചൻ്റെ ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു പിന്നെന്താണ് എല്ലാ കൂട്ടുകുടുംബങ്ങളും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനൊക്കെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക. ഒരു ഉത്സവം തന്നെ പറയും ഇവിടെ. അങ്ങനെയാണ്. അപ്പോൾ ഇവർ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മൂത്തച്ഛൻ്റെ മരുവൾ. അപ്പോൾ അവൾ ഇളക്കണുണ്ടപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ്. അടുപ്പത്ത് നെയ്ച്ചോറിനുള്ള അരിയൊക്കെ തീമിട്ടിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതൊന്ന് അവൾ ഇളക്കി വെക്കണം. അപ്പോൾ ഞാൻ പറയും എന്നാൽ നെയ്ച്ചോറൊക്കെ വയ്ക്കാൻ ഞങ്ങളും ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ദിവസമായാൽ കുട്ടികൾക്ക് എത്ര പോകില്ലെന്ന് പറഞ്ഞാലും എക്സ്പോൻ്റെ അടുത്തേക്കൊന്ന് പോയി ഏതെങ്കിലും ഒന്നിലൊന്ന് കയറി ഒന്ന് പോരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്കും തന്നെ അവിടെ ഒന്ന് പോവാനൊരു സമാധാനം ഉണ്ടാവില്ല. അവിടേക്ക് ഒന്ന് കണ്ടുപിടിച്ച് വരാമല്ലോ. അപ്പോൾ എല്ലാവരും മാറ്റുന്ന തിരക്കാട്ടാ. ഓരോരുത്തർ അവരാരെ കൊട്ടയിലും ഇത് മൂത്തച്ഛൻ്റെ രണ്ടാമത്തെ മോളാട്ടോ. ഇവർ ഒരു പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവരെ വീട്ടിൽ പോയപ്പോൾ. പിന്നെ ഇവരൊക്കെ ഇവിടെ മഞ്ചാടിക്കൂര് എടുത്തുകൊടുന്നാണ്ട് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടുന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് തന്നെ കുട്ടികൾക്കൊന്നത് കാണിച്ചു കൊടുക്കട്ടെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ നമ്മളെ കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ആദ്യത്തെ കട. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേറെ ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ പുളിഞ്ചോടാണിത്. പോലീസുമാരൊക്കെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിച്ച് വിടുന്നുണ്ട് കേട്ടോ. ബ്ലോക്ക് ആവിച്ചിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ഇവിടുന്ന് കുറച്ചവിടെ നടക്കാനുണ്ട്. അപ്പോൾ ഈ ആളും പാളും ഇങ്ങനെ ലൈറ്റും പാട്ടും ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വൈദൂരൊന്നും അത്ര വലിയ പ്രശ്നമേ എല്ലാവർക്കും. ഇതിങ്ങനെ കണ്ടിങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ എത്തുന്നത് അറിയില്ല. പോണ വഴിക്ക് ഇവിടെ കുറച്ച് ഇവിടെ ചെറിയ ചെറിയ കുട്ടികളുടെയൊക്കെ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ 2 ഭാഗത്തും കച്ചവടക്കാർ. മുഖ്യമായിട്ട് പറയാനുള്ളത് എന്താണ്, എല്ലാ കച്ചവടക്കാരും ഉണ്ടാവും ഇവിടെ. അവർക്കൊക്കെ അവരൊരു ജീവിതമാർഗം അതാണ് പറയാനുള്ളത്. ഈ 3 ദിവസം അവർക്ക് കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിന് പല കളിക്കണ സാധനങ്ങളായാലും ഭക്ഷണമായാലും എല്ലാതും ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെയും നമ്മളെ ആഭരണങ്ങളും നമ്മളെ മൊബൈൽ, വാച്ച്, പേഴ്സ് അതൊക്കെയാണ് സൂക്ഷിക്കാനുള്ളത് കേട്ടോ. ഇവിടെ പല സൈസ് ആൾക്കാരും ഉണ്ടാവും. ഇവിടെ ഒരാൾ നല്ല നിന്ന് പാട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല യാവന്തങ്ങൾ പാപ്പാനെ പറ്റിയുള്ള പാട്ടാണ് അയാൾ പാടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. ഇവിടെ ഏന്തുറിഞ്ഞാലെയും തോണിയോ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ കുട്ടികൾക്കും മരണക്കിണറും എല്ലാതും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തൊന്നും ഇങ്ങനെ പോയി ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്നൊരു കാരണം തന്നെ. പലർക്കും പല ഇതിലുമാണ് കയറാനുള്ളത്. അപ്പോൾ ഒരാൾ പറഞ്ഞ് എനിക്ക് ഇതിൽ കയറണം, ഊഞ്ഞാലേ കയറണം എന്നിട്ട് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടാ. അവൻ കയറി ഇറങ്ങി വരുവോളം കുറച്ച് നേരം നമുക്ക് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ കയറിയില്ലെങ്കിലും ഇങ്ങനെ എല്ലാവരും കയറുന്നതൊക്കെ കാണുമ്പോൾ രസമല്ലേ. കുട്ടികൾക്കൊക്കെ ഒരു തരം ആഘോഷമല്ലേ. ഇതിൽ കായ് എടുത്തൊന്ന് കടിച്ച് നായിനെ വാങ്ങുക എന്ന് പറഞ്ഞ മാതിരിയാണിത്.
നീ കയറാൻ അങ്ങോട്ട് കയറും, പിന്നെ കുട്ടികൾ ആർപ്പും പുളിയും കൂട്ടിയിട്ട് അല്ലോ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. കുട്ടികൾ പിന്നെയും എന്താ പേടി പറഞ്ഞാലും ഞങ്ങൾക്ക് ഇനിയും കയറണം എന്നറിയും, അങ്ങനെയാണ്. ഇതിലൊക്കെ ഇരുന്നാണ്ടോ വയറിനൊരു കാഴ്ച വരാനല്ലേ. അപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് ഇതിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിൽ. അപ്പോൾ അവനാണ് ആ മുന്നിലിരിക്കുന്നത്. അപ്പോൾ അവനൊന്ന് കുറച്ച് നേരം കയറി അതിൽ ഇങ്ങനെ വട്ടം കറങ്ങി വരിക. ട്രെയിൻ ഹോർൺ അടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇതിൽ സൗണ്ട് കൊടുക്കാത്തത് അതൊന്നും കാണുന്നില്ല. നല്ല ഭംഗിയിട്ടിട്ട് നല്ല ആൾക്കാർ. ഞങ്ങൾ പോയപ്പോൾ വല്ലാതെ തിക്കുണ്ടായിരുന്നില്ല. തൂണിയൊക്കെ പൊന്തുന്ന നോക്കുകയാണെങ്കിൽ അള്ളാ അതിലിരിക്കുമ്പോൾ ഉണ്ടാവും വയറിനൊരു കാഴ്ച വരാൻ. 1-2 പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയിട്ടില്ല. പിന്നെ ഇതും അതേമാതിരി തന്നെ ഒരു ട്രെയിനിൻ്റെ മാതിരി തന്നെ കേട്ടോ. ഇതിൽ മൂത്ത പേരക്കുട്ടി ഞങ്ങളുടെ മോളും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് നേരം നിന്ന്. അപ്പോൾ ഒന്നും 100 റുപ്യ കുറഞ്ഞ ഇടപാടൊന്നുമില്ല. മോന് കയറിയില്ല. മോനെ പറഞ്ഞ് ആ 100 റുപ്യ ഉണ്ട് അങ്ങോട്ട് തരി, ഞാൻ എന്തേലും തിന്നോളാം, എനിക്ക് വേണ്ട, ഞാൻ അതിൽ കയറണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കയറിയില്ല. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇതിലെല്ലാത്തിലും കയറി. കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് അങ്ങനെയൊക്കെ ഓരോന്ന് കണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് നല്ല ആഘോഷമല്ലേ. കണ്ട് എല്ലാതും കഴിഞ്ഞ് അവരൊക്കെ ഇനി തിരിച്ച് പോരും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കയറ്റി കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങനെ പറയും ഞങ്ങളെ കൊണ്ടുപോയില്ലെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓരോ പ്രാവശ്യം ഒന്ന് കൊണ്ടുപോയാണ്ട് അതിൽ എത്തി കൊടുത്താൽ പിന്നെ ഒരാക്ഷേപം കഴിഞ്ഞല്ല. നമ്മളെ നാട്ടിലുണ്ടാകുമ്പോഴല്ലേ നമ്മളിതിനൊക്കെ ഇങ്ങനത്തെ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വന്നതാട്ടോ. അവർ രണ്ടാളാണ് ബാക്കിലിരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഇതിനെ എതിർക്കണവരുണ്ട്, അനുകൂലിക്കണവരുണ്ട് കേട്ടോ. ഈ സംഭവത്തിന് ഒരു കണക്കിൽ എല്ലാവരും പറയും ഇങ്ങനെ യാറും അതും ഇതൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ കൊട്ടും പാട്ടും അതും ഇതും ഒക്കെ വേണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതൊരു നേർച്ച ആയിട്ടല്ല ഇവിടെ നടക്കുന്നത്, ഒരു ഉത്സവമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതിലെല്ലാവരും മതസൗഹാർദ്ദത്തിൻ്റെ ഇതിൽ പിന്നെ നമ്മൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി ഇതൊന്നുമില്ല. എല്ലാവരും നല്ല സന്തോഷത്തോടെ ആഘോഷിക്കണ ഒരു ഇടപാടാട്ടത്. അപ്പം അതിലാർക്കും ഒന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ, പിന്നെ പണ്ഡിതന്മാർ പറയും ഇങ്ങനെ യാർത്തിങ്ങനത്തെ ഇതിലിങ്ങനെ കൊട്ടും പാട്ടും അല്ലേ, ഇത് അനാചാരമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഒരു വശം ശരിയാണ്. എന്തായാലും ഇതാർക്കും അങ്ങും നിർത്താനൊന്നും പറ്റില്ല. ഇതിങ്ങനെ ഒരു നാട്ടിൻ്റെ ആഘോഷമായി മാറി. അപ്പോൾ നല്ല സൗഹാർദ്ദത്തോടെ എല്ലാവരും ഇത് കൊണ്ടുനടന്ന് പോയിക്കോട്ടെ അല്ലേ, അതല്ല നല്ലത്. അല്ല നമുക്കൊരഭിപ്രായം പറയാനില്ല, നല്ലതും പറയാനില്ല, നമ്മൾ വടക്കും പറയാനില്ല. കാരണം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അറിവുള്ളവർ അതിൻ്റെ ഓരോ വശങ്ങളും പറയും. നമ്മൾ കുട്ടികളെ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കൊടുന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇത് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് കയറാണ്ടെങ്കിൽ ഒന്ന് കയറുക, അങ്ങനെയൊക്കെ ഇതാണ് ഇതിൽ. ഏതായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സൗഹാർദ്ദപരമായിട്ട് എല്ലാതും കഴിഞ്ഞ് കൂടി കിട്ടട്ടെ അല്ലേ. ഏത് നാട്ടിലായാലും ഒരു ആഘോഷമായാലും എന്തായാലും എല്ലാ മതസ്ഥരും ഒത്തൊരുമിച്ച് റാഹത്തോടു കൂടെ ജീവിച്ച് കാണണം, നമുക്കതാണ് ആഗ്രഹം. അപ്പോൾ യാറം മൈതാനത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് വെറുതെ വീഡിയോ എടുത്താട്ടോ. കൊടിയേറ്റത്തിൻ്റെ അന്നാവും ഇവിടെ ഭയങ്കര തിരക്ക്, കാല് കുത്താൻ പറ്റില്ല, അത്രയും ജനങ്ങളാവും കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ വേറെ ഭാഗത്തു കൂടെ പോകാമല്ലോ വെച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഇങ്ങനെ വരവാന്നും പറഞ്ഞുകൊണ്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഞങ്ങൾ പെട്ടു ആ ബ്ലോക്കിൽ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് അത് പോവോളം. ഇതിൽ ആനൊന്നുമില്ല കേട്ടോ, ആനുള്ള വരവൊക്കെ ഉണ്ടാവും. ആന കാണുന്നത് പേടിയാണേനും എന്നാലും വിട്ടുനിന്ന് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുട്ടികളെ
നാളെ മദ്രസ ഇല്ല, റേഞ്ച് യോഗ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകിയാലും സ്കൂൾ പോകാനാകുമ്പോഴത്തേന് കുട്ടികൾക്ക് എണീച്ച് പോവാമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറേ നേരം നിന്ന് ഇതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ നമ്മൾ വീട്ടിലേക്ക് എത്താൻ. ആനപ്പടി ഭാഗത്തു നിന്നുള്ള വരവാണെന്നാണ് തോന്നണത്. ആ ഭാഗത്തു നിന്നാണ് ഇത് വന്നത് കേട്ടോ. ഈ നാട്ടിൽ, പുതിയങ്ങാട് നാട്ടിൽ എല്ലാ കുടുംബത്തിലും അന്ന് വിരുന്നുകാരുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതിരില്ല. ഇപ്പം തന്നെ എളുപ്പ പരിപാടിയാണ് ബിരിയാണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഇതാക്കിയിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കലം വെച്ച് ചോറും പുളിങ്കറിയും പോത്ത് വരട്ടിയതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പെരക്കാർക്ക് ഇത് വിളമ്പാനും കൊടുക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അല്ല, വന്നവരിങ്ങനെ വരിക, കാണുക, ഭക്ഷണം കഴിക്കുക, പോവുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പോഴും ആഘോഷത്തിനൊന്നും അവിടെ ഒന്നും ആൾക്കാർ വിരുന്ന് വരണേനോ പോണേനോ ഒന്നും ഒരു ഇതുമില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിലാണ്. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.